ഹലോ കൂട്ടുകാരെ, പുളിപ്പിച്ച കഞ്ഞിവെള്ളം ഉപയോഗിച്ച് എങ്ങനെയാണ് വീട്ടിൽ തന്നെ കമ്പോസ്റ്റ് ഉണ്ടാക്കിയെടുക്കുന്നതാണ് ഞാൻ എൻ്റെ ചാനലിൽ കാണിക്കുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതിനായി കുറച്ച് ശർക്കര ചീകിയത് ആവശ്യമുണ്ട് നമുക്ക് ഈ കമ്പോസ്റ്റ് ഉണ്ടാക്കാനായിട്ട്. അത് ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിൽ ഒഴിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ 2-3 ദിവസം പഴക്കമുള്ള കരിയില, അത് കമ്പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ മാറ്റി വെച്ചതാണ്. അതിന് വേണ്ടിയിട്ട് കരിയിലകളും പിന്നെ പച്ചിലകളും നമുക്ക് ആവശ്യമുണ്ട്. കരിയിലകളിൽ കാർബണും അടങ്ങിയിട്ടുണ്ട്, പച്ചിലകളിൽ നൈട്രജനും അടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ ചീകി വെച്ച ശർക്കര ഈ പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിനകത്തേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് കലക്കാം. നല്ല പ്ലാസ്റ്റിക് കട്ടിയുള്ളൊരു ചാക്കിനകത്തേക്ക് നമുക്ക് ഈ കരിയില ഒരു 3 പിടി, അതായത് 3 കൈ നമുക്ക് വാരിയിട്ട് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾ പച്ചിലകൾ വാരിയിടുന്നത്. അങ്ങനെ പച്ചിലകൾ വാരിയിടുക, അതിനുശേഷം കരിയില വാരിയിടുക, അങ്ങനെ 1-2 തവണ ഇടയിടയായിട്ട് ചെയ്യണം. ഇതാണ് നമ്മുടെ വീട്ടിൽ നമ്മുടെ പച്ചക്കറികൾക്കൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഇത് നല്ല ഒരു വളമാണ്, നമ്മുടെ ചെടികൾക്കൊക്കെ ആവശ്യമായിട്ടുള്ള വളങ്ങളാണ് ചെയ്യുന്നത്. അതിന് നമുക്ക് അതിനകത്തേക്ക് കരിയില വാരിയിട്ട് കൊടുക്കാം. എന്നിട്ട് അതിന് വേണ്ടി നല്ലതായിട്ട് അമുക്കണം കേട്ടോ. ചാക്കിനുള്ളിലേക്ക് നല്ല രീതിക്ക് അമുക്കി തോട്ട് തള്ളി ശരിക്കും ഇതാക്കി വെക്കണം. ഇനി നമുക്ക് പച്ചിലയും കൂടെ ഇട്ട് കൊടുക്കണം. എന്നിട്ട് കുറച്ച് കരിയില വാരി ശരിക്കും വിതറി ഇട്ട് കൊടുക്കുക. നമ്മൾ വീട്ടിൽ ആവശ്യത്തേക്കുള്ള പച്ചക്കറികൾ എല്ലാം നമുക്ക് ഈ ഒരു ഇതിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. എന്നെ കണ്ട ചാക്കിനകത്ത് നല്ല രീതിക്ക് വെച്ചിട്ടുണ്ട്. കരിയില പിന്നെയും വാരിയിട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം പിന്നെയും പച്ചിലയാണ് വാരിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ 1.5 കൊല്ലമായിട്ട് പുറത്തുനിന്ന് ഒരു രൂപയ്ക്ക് പോലും പച്ചമുളക് വാങ്ങുന്നില്ല. ഒരു 2 കിലോയോളം പച്ചമുളക് ഞങ്ങൾ വീട്ടിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ വളം ഇട്ടാണ് ഞങ്ങൾ ഉണ്ടാക്കുന്നത്. പിന്നെ നമുക്ക് കരിയില ഇട്ട് കൊടുത്തു. ഈ കാണുന്ന ചെടി കണ്ടോ, ഇതിൻ്റെ പേര് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത് രാഷ്ട്രപ്പച്ച എന്നാണ്. നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് കമൻറ്റ് ചെയ്യണേ. നമുക്ക് ഈ കമ്പോസ്റ്റിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിനകത്ത് ശരിക്കും പറഞ്ഞാൽ പൊട്ടാഷാണ് കൂടിയിരിക്കുന്നത്. പിന്നെ ഈ ചാക്കിനകത്ത് കണ്ടോ ഇരിക്കുന്നത്, ഇത് ഞങ്ങൾ 30 ദിവസം മുന്നേ ഇട്ട് ഇതുപോലെ തന്നെ ഉണ്ടാക്കിയ വളമാണ്, കമ്പോസ്റ്റാണ് കേട്ടോ. ഇത് നമുക്ക് മറ്റേ ഇതിനകത്ത് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ഇതും കൂടെ കിടക്കുമ്പോൾ നമുക്കത് പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടും, പെട്ടെന്ന് കമ്പോസ്റ്റായിട്ട് കിട്ടും. അത് നമ്മുടെ ചാക്കിനകത്തേക്ക് കുറച്ച് വിതറി ഇട്ട് കൊടുക്കണം. അപ്പം പെട്ടെന്ന് ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ത്രിരാഷ്ട്രപ്പച്ച എന്ന് പറഞ്ഞ ആ പച്ചിലകൾ കുറേ വാരിയിട്ട് കൊടുക്കുക. ഇതൊക്കെ സസ്യങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ലവണങ്ങളും ധാതുവും എല്ലാം നമുക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതായിരിക്കും ഈ കമ്പോസ്റ്റ്. എന്നിട്ട് കരിയില വാരിയിട്ട് കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കുന്നത്, കമ്പോസ്റ്റ് ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് കരിയിലയും കൂടെ വാരിയിട്ടതിന് ശേഷം പുളിപ്പിച്ച കഞ്ഞിവെള്ളത്തിനകത്ത് നമ്മൾ ശർക്കര ചീകിയിട്ടിരുന്നില്ലേ, അത് നമുക്കിതിനകത്തേക്ക് ശരിക്ക് ചുറ്റിച്ച് ഒഴിച്ചു കൊടുക്കണം. നല്ല രീതിക്ക് കലക്കി ഒഴിച്ച് ഇത് കെട്ടി അവിടെ വെച്ചിരിക്കും. ഒരു 30-20 ദിവസം ആകുമ്പോഴത്തേക്കും ഇത് നല്ലതായിട്ട് പൊടിഞ്ഞ് കിട്ടും. നമുക്കപ്പോൾ ഇതെടുത്തിട്ടാണ് നമ്മൾ ചെടികളൊക്കെ നടുന്നത്. അപ്പോൾ ചെടികൾക്ക് നല്ല രീതിയിൽ നല്ല ഫലം തരും. നല്ല ഒരു അസുഖവും അതുങ്ങൾക്ക് ഇല്ലാത്ത രീതിയിൽ നല്ല ആരോഗ്യത്തോടെ വളരാനൊക്കെ നമുക്ക് സഹായിക്കും. ഇത് കണ്ടോ, ഞാൻ നല്ല രീതിക്ക് കെട്ടി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഫോട്ടോ എന്ന് വെച്ചാൽ ഇത് ഉപയോഗിച്ച് ഞങ്ങളുടെ വീട്ടിലുണ്ടാക്കിയ പച്ചമുളകിൻ്റെ ഫോട്ടോയാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.